ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇപ്പോഴുള്ള ബൈക്കുമ്പോഴെല്ലാം ഹെഡ്ലൈറ്റ് കത്തിക്കൊണ്ടിരുന്ന് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ BS4 മോഡൽ വന്നതിന് ശേഷം എല്ലാ ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. പക്ഷേ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ഒരു വയറോ ഒന്നും കട്ട് ചെയ്യാതെ തന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് സ്വിച്ച്, അതായത് പഴയ മോഡൽ സ്വിച്ച് പുതിയ മോഡൽ ബൈക്കിൽ എങ്ങനെ വെക്കുന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. റൈഡ് വീഡിയോസ് വരുന്നുണ്ട്, കുറച്ച് ടെക് വീഡിയോസ് ചെയ്തതിന് ശേഷം റൈഡ് വീഡിയോസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് റൈഡ് വീഡിയോസ് വരാത്തത്. അപ്പോൾ കുറച്ച് ടെക് വീഡിയോസ് നമുക്ക് കണ്ടിട്ട് പിന്നെ അടുത്ത എപ്പിസോഡിൽ റൈഡ് വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് സ്വിച്ച് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സ്വിച്ച് അയക്കലാണ്. ഞാൻ ഓൾറെഡി സ്വിച്ച് അയച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തേതെന്ന് വെച്ചാൽ നമുക്ക് സ്വിച്ച് ഫിറ്റ് ചെയ്യാണ് വേണ്ടത്. പുതിയ സ്വിച്ച് നമ്മൾ വാങ്ങിയിട്ടുണ്ട്, അത് ഇതിലേക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലേറ്റർ റിട്ടേൺ ആയി പോറ്, അതായത് റിട്ടേൺ ആയി പോയി കഴിഞ്ഞാൽ മുന്നോട്ട് തിരിക്കുന്ന മോഡലായി പോകും ആക്സിലേറ്റർ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് ആ സ്വിച്ച് ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കണക്ഷൻ കൊടുക്കുന്ന ഭാഗത്തിലേക്ക് നീങ്ങാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായി തന്നെ സ്വിച്ചിൻ്റെ വയറുകളിൽ നിന്ന് നമുക്ക് 2 യെല്ലോ വയർ ഉണ്ടാവും. അപ്പോൾ 2 യെല്ലോ വയറാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ വയറായിട്ട് വരുന്നത്. അപ്പോൾ ആ 2 യെല്ലോ വയർ നമുക്ക് ചെറിയൊരു പിന്ന് വെച്ചിട്ട് അതിൻ്റെ ലോക്കോയി ഭാഗത്തിന് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്നുണ്ട്. അത് ആ സോക്കറ്റിൽ നിന്ന് ഊരിയെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് മറ്റേ സോക്കറ്റിലേക്ക് കണക്ഷൻ കൊടുക്കാനാവും. അപ്പോൾ ഇത് ഡയറക്റ്റ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ ഒഴിവാക്കിയിട്ട് ഈ സ്വിച്ച് അവിടെ ബൈപ്പാസ് ആയിട്ട് സെറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് സ്വിച്ചാണിത്. ബ്ലാക്ക് സോക്കറ്റിൽ വരുന്നതാണ് ഡയറക്റ്റ് സ്വിച്ച്. അപ്പോൾ ഡയറക്റ്റ് സ്വിച്ച് അല്ല, ഡയറക്റ്റ് സോക്കറ്റ്, അതായത് ഹെഡ്ലൈറ്റിൻ്റെ ഡയറക്റ്റ് കണക്ഷൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒരു യെല്ലോ വയർ ഉണ്ടാവും. പിന്നിൽ യെല്ലോ വയർ നമ്മൾ ഊരിയെടുക്കുക, അതാണ് ഡയറക്റ്റ് ഇതിലേക്ക് പോകുന്നത്, ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷൻ പോകുന്ന സോക്കറ്റ്. അപ്പോൾ ആ യെല്ലോ വയറും സ്വിച്ചിലെ 2 യെല്ലോ വയറിൽ ഏതെങ്കിലും ഒരു യെല്ലോ വയറും തമ്മിൽ നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ആ സോക്കറ്റ്, ഈ സ്വിച്ചിൻ്റെ സോക്കറ്റിൽ നിന്ന് ഊരിയെടുത്ത വയർ ഈ യെല്ലോ വയർ നമ്മൾ ഡയറക്റ്റ് പോകുന്നത് യെല്ലോ വയർ കൊടുത്ത സോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ലോക്ക് നമ്മൾ ഒഴിവായിട്ടുണ്ടാവും. അപ്പോൾ ലോക്ക് ഒന്നും കൂടി ക്ലിയർ ആക്കി കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് കണക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെയിൻ സോക്കറ്റിലേക്ക് സ്വിച്ചിൻ്റെ ഒരു യെല്ലോ വയർ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കണക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മെയിൻ സോക്കറ്റിൽ നിന്ന് ഊരിയ യെല്ലോ വയറും, അതായത് മെയിൻ കണക്ഷൻ്റെ യെല്ലോ വയറും സ്വിച്ചിൻ്റെ രണ്ടാമത്തെ യെല്ലോ വയറില്ലേ അതും തമ്മിൽ കണക്ട് ചെയ്യലാണ്. ഇപ്പോൾ കണക്ഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് സ്വിച്ചിൻ്റെ സോക്കറ്റിൽ നിന്ന് വരുന്ന 2 യെല്ലോ വയർ, അത് ഒരു മെയിൻ ബ്ലാക്ക് സോക്കറ്റ് ഉണ്ട്, മെയിൻ കണക്ഷൻ പോകുന്നത്, ലൈറ്റിൻ്റെ ഒക്കെ കണക്ഷൻ പോകുന്നത്. ആ മെയിൻ ബ്ലാക്ക് സോക്കറ്റിൽ നിന്ന് ഒരു യെല്ലോ വയറും, യെല്ലോ റെഡാണ് വരുന്നത്, യെല്ലോ റെഡ് വയർ ഊരിയതിന് ശേഷം സ്വിച്ചിൻ്റെ സോക്കറ്റിലുള്ള ഒരു യെല്ലോ വയർ ആ സോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നതിന് ശേഷം ഊരിയ വയറും സ്വിച്ചിൻ്റെ സോക്കറ്റിലുള്ള ഒരു യെല്ലോ വയറും ഉണ്ടാവും. ഇപ്പോൾ ഞാൻ കയ്യിൽ പിടിച്ച വയർ. അപ്പോൾ അത് രണ്ടും തമ്മിൽ നമ്മൾ ജസ്റ്റ് കണക്ഷൻ കൊടുക്കുക. ഇത് മാത്രമേ ഇതിൽ കണക്ഷൻ വരുന്നുള്ളൂ, ജസ്റ്റ് ഈസിയാണ്. അപ്പോൾ മെയിൻ സോക്കറ്റിൽ നിന്ന് ഒരു യെല്ലോ റെഡ് വയർ ഊരിയിട്ട് സ്വിച്ചിലുള്ള ഒരു യെല്ലോ വയർ അതിലേക്ക് കൊടുക്കുന്നു. അതിന് ശേഷം മറ്റേ 2 വയറുകൾ നമുക്ക് കണക്ഷൻ കൊടുക്കാം. അത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ കണക്ഷൻ ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തന്നെ കൊടുക്കാം. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് ഉള്ളത്. അതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലാക്ക് സോക്കറ്റ് നമ്മൾ ഊരിയ സ്ഥലത്ത് തന്നെ തിരിച്ച് ഇൻസേർട്ട് ചെയ്യുക. അതേപോലെ തന്നെ സ്വിച്ചിൻ്റെ സോക്കറ്റും അതേപോലെ തന്നെ അതിൻ്റെ സോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുക.
അതേപോലെ നമ്മൾ ഇത് കണക്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, വളരെ നല്ലോണം പിന്നെ ഇൻസുലേഷൻ ചെയ്ത് വെക്കണം. കാരണം അഥവാ ഒരു ഉള്ളിൽ വെള്ളം കയറും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാകും. കാരണം ഫ്യൂസ് പോവും, അല്ല ചിലപ്പോൾ ഫ്യൂസ് പോയിട്ടില്ലെങ്കിൽ വയറിങ് തന്നെ കംപ്ലീറ്റ് ഫുള്ള് ഡാമേജ് ആവും. അപ്പോൾ നല്ലപോലെ ഇൻസുലേഷൻ ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സോക്കറ്റ് ആദ്യം ഊരിയ സോക്കറ്റ് ഇല്ലേ, ആ ബ്ലാക്ക് സോക്കറ്റ് ബ്ലാക്കിൽ തന്നെ ഇൻസേർട്ട് ചെയ്യുന്നത്. മറ്റേ സോക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈറ്റിൻ്റെ സോക്കറ്റ്, അത് ഡയറക്റ്റ് ലൈറ്റിൻ്റെ സോക്കറ്റിലേക്ക് തന്നെ കൊടുക്കുക. അത്രേ ഉള്ളൂ. അതായത് സ്വിച്ചിൽ നിന്ന് വരുന്ന സോക്കറ്റ് പിന്നെ നമ്മൾ ലൈറ്റിൻ്റെ സോക്കറ്റിലേക്ക് തന്നെ കൊടുക്കുന്നു, മറ്റേത് ആ സോക്കറ്റിലേക്ക് തന്നെ ഇൻസേർട്ട് ചെയ്യുന്നു. ആദ്യം ചെയ്ത ഊരിയ പോലെ തന്നെ നമ്മൾ ഇടുന്നു. ഇപ്പോൾ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലൈറ്റൊക്കെ നല്ലപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കി, അപ്പോൾ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആയിട്ട് മാത്രം കാണുക. കാരണം വെച്ചാൽ ലൈറ്റ് കത്തി നിൽക്കുന്നത് ഇപ്പോൾ ഒരു നിയമമാണ്. അപ്പോൾ അത് പിന്നെ കട്ടാക്കാൻ പാടില്ല എന്നാണ്. അതാണ് പുതിയ വണ്ടികളിലൊക്കെ ലൈറ്റ് കത്തി തന്നെ വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള കിടിലൻ വീഡിയോസ് വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അതുവരേക്കും ബായ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടിയിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാവൂ.